മംഗളരവിവർമ്മ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇന്നലത്തേക്ക് 100 വയസ്സ് തികയുമായിരുന്നു. മംഗളരവിവർമ്മയെക്കുറിച്ച് എനിക്കങ്ങനെ പറയാൻ കഴിയും എന്നുള്ളൊരു സംശയമുണ്ടോ കേൾവിക്കാർക്ക്? മംഗളരവിവർമ്മ കോഴിക്കോട്ട് അരവിന്ദൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് ബന്ധം പുലർത്തുന്നത്. ഞാൻ അന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അരവിന്ദൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത് ചേവായൂർ രാജൻ എന്ന് പറയുന്നൊരു സംവിധായകനായിരുന്നു. അദ്ദേഹം പഴയ കോൺഗ്രസ് പ്രവർത്തകനും ഞങ്ങളോടൊക്കെ വലിയ ഇഷ്ടമൊക്കെ ഉള്ള നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ തിക്കോടിയ മാഷാണ് കഥ എഴുതിയിട്ടുള്ളത് ഈ സിനിമയുടെ. അങ്ങനെ ഈ സിനിമയുടെ പ്രവർത്തനം ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരു സുപ്രധാനമായ ഒരു ആവശ്യം അവർക്കുണ്ടായി. സാധാരണ കുതിരേനെ കിട്ടണം, അല്ലെങ്കിൽ ആനേനെ കിട്ടണം, അല്ലെങ്കിൽ ചാടി കഴിക്കുന്ന കുരങ്ങനെ വേണം, അങ്ങനെ അല്ലെങ്കിൽ മറ്റേ വലിയ കാറ് വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതായി. ഇവരുടെ ആവശ്യം വളരെ ലഘുവായിരുന്നു. ഒരു ലോഡ് ഉറുമ്പുകൾ കിട്ടണമെന്നാണ് എന്നോട് അവരുടെ ആവശ്യം. ഉറുമ്പുകൾ വരി വരിയായിട്ട് പോകണം. ഒരാൾ മരിച്ചു കിടക്കുക പറ്റിയാണ് ഗവൺമെൻറ്. അതിലേക്ക് ഇങ്ങനെ അരിച്ച് പോകണം ഈ ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംസാരം അവരെ ഷൂട്ടിങ്ങിനിടയിൽ വന്നപ്പോൾ ബാങ്ക് രവിയും ചേവായൂർ രാജനും പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ശ്രീകുമാറിനോട് നമുക്കൊന്ന് ചോദിക്കാം. അന്ന് ബാങ്ക് രവി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ചു. അരവിന്ദനും ഈ ക്യാമറാമാനും ആർട്ടിസ്റ്റ് നമ്പൂരിയും ഒപ്പമുണ്ട്, ആർട്ട് ഡയറക്ടർ മൂപ്പരായിരുന്നു. അല്ല, അവന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവന് അറിയാൻ പറ്റുമ്പോൾ അങ്ങനെ ചേവായൂർ രാജനും രവിയേട്ടനും കൂടി എന്നെ തിരഞ്ഞു വന്നു വീട്ടിൽ. അപ്പം എന്നോട് പറഞ്ഞു, ശ്രീകുമാറെ ഇങ്ങനെ കുറേ ഉറുമ്പുകളുള്ള സ്ഥലം എവിടെയുണ്ടോ? നമ്മൾ കുറേ ഉറുമ്പുകൾ വേണമെങ്കിൽ നമുക്ക് വരുത്തി തരാമെന്ന് വെച്ചാൽ അതെങ്ങനെ വെച്ചു, നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ സമയം പറഞ്ഞോളി, ഞാൻ വരുത്തി തരുന്നത്. ഒരു 99% വിശ്വസിക്കാതെയാണ് ഇവർ പോയത്. ഞാൻ ഇവരോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഞാൻ സെൻറ്റ് ജോസഫ്സ് സ്കൂളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന കാറ് സെൻറ്റ് ജോസഫ്സിൻ്റെ അവിടെ നിർത്തണം. എന്നിട്ട് അവിടെ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണം. അപ്പോൾ രാജന്മാരോട് നോക്കിയാൽ കാണുന്നിടത്തേക്ക് കാറ് പോകണം. ഞാൻ പറഞ്ഞു, എൻ്റെ സ്കൂളിൽ അരവിന്ദനും മംഗളരവിവർമ്മയൊക്കെ കാറിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്, ഞാൻ ആ കാറിൽ കയറുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച്. അപ്പോൾ അവർ ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ സംഭവിച്ച അതേമാതിരി തന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ ഇവർ കാറ് വന്നു, സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നു. സ്കൂൾ വിട്ട നേരമായിരുന്നു 3:30 മണി. അത് ഞാൻ അതിൽ കയറുന്നു, എല്ലാ കുട്ടികളും കാണുന്നു. ഞാനിങ്ങനെ വന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ഇതുമില്ല. അവിടെ ഉറുമ്പിനൊന്നും പെട്ടെന്ന് കാണിക്കാനൊന്നും പറ്റില്ല, ആനയാണെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റേ രവിവർമ്മ പറഞ്ഞു, ബാക്കി എല്ലാവരും വിട്ടിക്കണം, ഉറുമ്പ് എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചപ്പോൾ ഞാൻ ചെറുകുട്ടി റോഡിലായിരുന്നു താമസിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത് ചെറിയൊരു കാവുണ്ട്, വീട്ടിൻ്റെ മറ്റേ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഒരു ചെറിയ കാവാണ്, അത്രയധികം ഇതൊന്നുമില്ല. പക്ഷെ അവിടെ ഉറുമ്പുകളുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മൾ പലപ്പോഴും ബോർഡ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഉറുമ്പുകളെ കാണാറുണ്ട്. അപ്പോൾ ഉറുമ്പ് എപ്പോഴും വരും എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആക്കി. അപ്പം എല്ലാവരോടും മാറിയിട്ട് മംഗളരവിയേട്ടൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഈ കാവിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു, ഈ ഭാഗത്തായിരിക്കും ഉറുമ്പ് വരിക എന്ന് പറഞ്ഞു. അപ്പോഴും എല്ലാവരും ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സൂക്ഷ്മ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇവൻ എന്ത് മാജിക്കിലാണ് മകുടൂരിയ പാമ്പ് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ ഈ ഉറുമ്പിനെങ്ങനെ വരുത്തുന്നത്. മംഗളരവിവർമ്മ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ടാവും? ഞാൻ പറഞ്ഞു, അതെനിക്ക് പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഒരു ഗ്ലാസ്സിൽ നന്നായിട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഈ ഗ്ലാസ്സുമായിട്ട് വരുന്നു. അപ്പോൾ അരവിന്ദനടക്കം ഇങ്ങനെ നോക്കിക്കാണ്, ആ ഉറുമ്പ് വരാകുമ്പോൾ. അങ്ങനെ വന്നിട്ട് എന്താ വെച്ചാൽ നിറയെ ഉറുമ്പിൻ്റെ മാളങ്ങളുണ്ട് അവിടെ. അതിലേക്ക് അപ്പോൾ സമയമായാൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇത് ഈ തുളകളിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവർ ഇറങ്ങി പുറപ്പെടും. പിന്നെ വരുമോ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. മംഗളരവിവർമ്മ
ഈ വളരെ സീരിയസ് ആയിട്ട് ക്യാമറയൊക്കെ തയ്യാറാക്കി വെച്ചു. ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഈ പഞ്ചസാര കുറുക്കിയ വെള്ളം എല്ലാ ഇതിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ളത് പുറത്തേക്ക് ഇങ്ങനെ വരിയായിട്ട് ഒഴിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഉറുമ്പുകൾ മൊത്തം പഞ്ചസാരേൻ്റെ മധുരം നുണയാനായിട്ട് ഇങ്ങനെ വരുന്നു. കണ്ണെടുക്കാതെ ഇയാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1-2 പ്രാവശ്യം ഞാൻ അടുത്ത് നിൽക്കുന്ന എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ടൊരു നിർവൃതി കണ്ടു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് ഈ അരവിന്ദൻ്റെ അടുത്തേക്കൊക്കെ ഇയാൾ പോകുമ്പോഴത്തേക്കും ഇയാൾ എന്നെ കെട്ടിപ്പിടിച്ച് വിട്ടിട്ടേയില്ല. പിന്നീട് ഈ മംഗളദേവി ഓർമ്മ എപ്പോഴും എന്നെ കളിയാക്കി പറയും, ഈ കാറും കുതിരേനൊക്കെ വാങ്ങുന്ന മാതിരി ഉറുമ്പിനെ കൊണ്ടുവന്ന ഒരാളാണ് ഇയാൾ. അയാൾ ഉറുമ്പുമായിട്ട് എന്ത് ചങ്ങാത്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദി. അന്ന് മുതൽ എനിക്ക് അരവിന്ദനായിട്ട് ഒരു നല്ല ബന്ധം വന്നു. ഈ മങ്കടയായിട്ട് ബാങ്ക് രവിനെ പണ്ടേ അറിയാം, നമ്മളുടെ സൈക്കോയിൽ വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 100ാം പിറന്നാൾ ഞാൻ ആഘോഷിക്കുകയാണ്. നമസ്കാരം.